PSC നിയമനം വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ പരാതിയിൽ പ്രതിരോധത്തിലായി CPIM. കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെ പാർട്ടി സെക്രട്ടറിക്ക് ലഭിച്ച പരാതിയിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അന്വേഷണം തുടങ്ങി. മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ അറിവോടെ പണം നൽകിയെന്നാണ് പരാതിയിൽ പറയുന്നത്. കോഴിക്കോട് ചേവായൂർ സ്വദേശിയായ വനിതാ ഡോക്ടറിൽ നിന്ന് PSC നിയമനത്തിനായി പണം വാങ്ങിയെന്നാണ് പരാതി. കോട്ടൂളി സ്വദേശിയും CPIM ടൗൺ ഏരിയ സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന യുവ നേതാവിനെതിരെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കാണ് പരാതി ലഭിച്ചത്. പണം നൽകിയ യുവ ഡോക്ടർ നേരിട്ട് നൽകിയ പരാതിക്ക് പുറമെ ഡോക്ടറുടെ സുഹൃത്തും പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗവുമായ മറ്റൊരു നേതാവ് മുഖേനയും സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി ലഭിച്ചു. പരാതി സംബന്ധിച്ച് അന്വേഷിക്കാനായി ജില്ലാ സെക്രട്ടറി P. മോഹനനെ ചുമതലപ്പെടുത്തി. P. മോഹനൻ നിയോഗിച്ച 2 അംഗ അന്വേഷണ കമ്മീഷൻ പ്രാദേശിക തലത്തിൽ വിവരശേഖരണം നടത്തുന്നതിനിടെയാണ് കോഴയാരോപണം പുറത്താകുന്നത്. വാങ്ങിയ പണം തിരികെ നൽകി വിവാദം ഒത്തുതീർപ്പാക്കാനായിരുന്നു നീക്കം. പണം വാങ്ങിയ യുവനേതാവിന് പുറമെ മന്ത്രി മുഹമ്മദ് റിയാസിനും ഇടപാടിൽ ബന്ധമുണ്ടെന്ന ആരോപണമാണ് പരാതിയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. തന്റെ പേര് ചേർത്ത് ഇത്തരം ആരോപണങ്ങൾ ഉയർത്തുന്നതിനെതിരെ മന്ത്രി നേരിട്ട് സംസ്ഥാന സമിതിക്ക് പരാതി നൽകിയിരുന്നു. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ ഇന്ന് ചേരേണ്ടിയിരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് പാർട്ടി കീഴ്ഘടകങ്ങളിൽ റിപ്പോർട്ട് നടക്കുന്നതിനാൽ മാറ്റിവെച്ചു. കോഴയാരോപണത്തിൽ ജില്ലാ സെക്രട്ടറി നിശ്ചയിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് യോഗത്തിൽ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. കോഴ വാങ്ങിയെന്ന് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയാൽ യുവാവിനെതിരെ നടപടിയുണ്ടാകും. PSC നിയമനത്തിനായി 60 ലക്ഷം രൂപ കോഴ ആവശ്യപ്പെട്ടുവെന്നും അതിന്റെ ആദ്യ ഗഡുവായി 22 ലക്ഷം നൽകിയെന്നും പരാതിയിൽ പറയുന്നു. നേതാവിനെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ആരോപണം ശരിവെച്ച് നടപടിയെടുത്താൽ പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്നുമാണ് മറ്റൊരു വാദം. റിപ്പോർട്ടർ, കോഴിക്കോട്.